എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ ആവേശമൊക്കെ ചോർന്നല്ലോ. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ഇപ്പൊ കറക്റ്റ് ആണോ? ചെറുതായിട്ടല്ലേ? ചെറിയ കൂടിപ്പോയി ആണോ? എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളെല്ലാം കിഴിക്കാത്തോണ്ട് കീഴിലേക്ക് പോവാം. ഇൻട്രോ തന്നെ 2 മിനിറ്റ്. ഹെഡ് കോയിൻ മാറ്റാൻ സമയമായി. കോയിനാണ് പ്രശ്നം. അയ്യാടാ. ഓക്കെ ഫസ്റ്റ് വൺ. കാതലിക്കാൻ നേരമില്ലേ? നേരമില്ലെങ്കിൽ പിന്നെ എന്തിനാ കാതലിക്കാൻ നിൽക്കുന്നത്? അങ്ങനെ പോടാ കാതലിക്കാതെ. നേരമില്ലാത്തതൊക്കെ നമ്മളെ വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എന്തായാലും ഇതിൻ്റെ ഒരു ഗ്ലിംസ് വീഡിയോ വന്നിട്ടുണ്ട്. ജയം രവി, നിത്യ മേനോൻ ഇവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. നമുക്ക് ഗ്ലിംസ് കാണാം. എന്നാൽ കംപ്ലീറ്റ് ചെയ്തെന്നൂടെ? ബാക്കി അക്ഷരം കിട്ടാതെ കുടുങ്ങി നിൽക്കുകയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ആകെ 29 സെക്കൻഡേ ഉള്ളൂ. AR റഹ്മാൻ. ആർക്കാ സമയം ഇല്ലാത്തത് കാതലിക്കാൻ? ടി സീരീസോ? ടി സീരീസ് ആണല്ലേ? കൊള്ളാട്ടത്. ലാസ്റ്റ് ഐറ്റം കൊള്ളാം. സംഭവം കൊള്ളാം. ഇത് ഇതിനകത്ത് പ്ലേ ചെയ്യുമോന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. കിഴി എപ്പിസോഡിൽ അതാണല്ലേ ചോദിച്ചത്. ടി സീരീസ് ആണല്ലേ? അപ്പൊ ഈ റിയാക്ഷൻ ചിലപ്പോ ഇതിൽ ഉണ്ടാവാൻ സാധ്യതയല്ല, അല്ലെങ്കിൽ അവിടെ സൗണ്ട് ഉണ്ടാവാൻ സാധ്യതയല്ല. ഓക്കെ, സത്യം. എന്തായാലും AR റഹ്മാനോടാണ്. കാതലിക്കാൻ സമയമില്ലാത്തതിനൊന്നും മ്യൂസിക് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അതെ, ഒന്നാമത് ഇവിടെ മറ്റുള്ളവർക്കും സമയമില്ല. അല്ല, ഞങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് കാതലിക്കാൻ, പക്ഷെ നമുക്കാരും മ്യൂസിക് ചെയ്താൽ ആളില്ല. കാതലിക്കാൻ തന്നെ ഇവിടെ ആളെ കിട്ടുന്നില്ല. പ്രാവിൻകൂട് ഷാപ്പ് സിനിമ 91 ദിവസത്തെ അല്ലേ പാക്കപ്പായത്? ഫസ്റ്റ് ഷെഡ്യൂൾ പാക്കപ്പായിട്ടുണ്ട്. 91 ദിവസം നീണ്ടു നിൽക്കുന്ന ഷൂട്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യെസ്. സൗബിൻ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ബേസിൽ ജോസഫിന്റെ പേര് സാധാരണ തെറ്റിക്കാറുണ്ടല്ലോ. ഇന്ന് കറക്റ്റ് ആയിട്ട് കിട്ടിയത് എന്താണെന്ന് അറിഞ്ഞൂടെ? ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് വിജയം എന്റെ കൂടെ തന്നെ ആയിരിക്കും എന്നാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പഴയ കിഴികളിലേക്ക് പോകണം. പഴയ കിഴികളിലേക്ക്, അതായത് അന്ന് തെറ്റിച്ച അന്ന് വിജയിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. തെറ്റുന്ന അന്നാണോ? ശരിയാണ് വിജയം. ഓക്കെ, അടുത്ത കിഴി വിലായത്ത് ബുദ്ധ. ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന നമ്മുടെ പൃഥ്വിരാജ് മൂവി. ഇനി വരാനുള്ള സാധനം കേട്ടോ പൃഥ്വിരാജ് വന്നോ അപ്പോൾ തിയേറ്റർ കുലുങ്ങപ്പോൾ. എന്തായാലും സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് നവംബർ അല്ലെങ്കിൽ ഡിസംബർ. ഓക്കെ, പഠിച്ചോ വിലായത്ത് ബുദ്ധ. പഠിച്ചോ. NTR 31. ഓ മൈ ഗോഡ്, പ്രശാന്ത് നീൽ മൂവി. സിനിമയുടെ ഷൂട്ട് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മെക്സിക്കോയിലായിരിക്കും ഫസ്റ്റ് ഷെഡ്യൂൾ തുടങ്ങുന്നത് എന്നാണ് കേൾക്കുന്നത്. അതുകൂടാതെ 15 രാജ്യങ്ങളിലാണ് സിനിമയുടെ ഷൂട്ട് നടക്കാൻ പോകുന്നത്. പാറി നടന്നാണ് ഷൂട്ട് ചെയ്യാൻ. പാറി നടന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യും. ഓക്കെ, എന്തായാലും എവിടെ പോയി ചെയ്താലും വിഷയമല്ല. എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, മൊത്തം ഒന്നും മാറ്റി പിടിക്കാനുള്ള പരിപാടിയാണോ എന്ന്. പക്ഷേ അനൗൺസ്മെന്റ് പോസ്റ്റർ അത് നോക്കണ്ട, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. എന്തായാലും കരിപുരണ്ട ജീവിതം, അതിലൊന്നൊരു മോചനം NTR-നുണ്ടാവട്ടെ എന്ന്. ഓക്കെ, അടുത്തത് ഇളയരാജ. ഇത് സൗമ്യമായി പറയണം, ഇളയരാജ എന്ന്. ആ പേരിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലേ, കട്ടി പാടില്ല. ഇളയരാജ നമ്മുടെ ലെജൻഡാണ്. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആൾക്ക് സ്പെഷ്യൽ വിഷ് അറിയിച്ചുകൊണ്ട് ഇളയരാജ സിനിമൻ്റെ ഒരു സ്പെഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. ബയോപിക് ഓഫ് ഇളയരാജ. യെസ്, ധനുഷാണ് ഇളയരാജയായിട്ട് എത്തുന്നത്. തകർക്കും, പൊള്ളിക്കും ഞങ്ങൾ, തകർക്കും ഞങ്ങൾ. കുഞ്ഞാഞ്ഞം കൂടി വരണം. അടുത്തത് വേട്ടയ്യൻ. സിനിമയുടെ റിലീസ് ഒക്ടോബറിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 10 റിലീസിന് എത്തും എന്നാണ് കേൾക്കുന്നത്. പൂജ കേൾക്കുന്നല്ല, രജനീകാന്ത് കൺഫേം ചെയ്തു. യെസ്, ആള് പറഞ്ഞാണ്. പിന്നെ ടീമിന്റെ ഭാഗത്തുനിന്നുള്ളത് വന്നിട്ടില്ല. ആള് പറഞ്ഞത് ഒക്ടോബർ 10 തന്നെ പൂജ റിലീസ് ആയിട്ട് എത്തും. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്ടോബർ എന്നുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഒക്ടോബർ 10. ഓക്കെ, അടുത്ത കിഴി കൂലി സിനിമയുടെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു.
ജൂൺ 10. ഓക്കേ. ഇതും നമ്മുടെ രജനീകാന്ത് തന്നെ കൺഫേം ചെയ്തതാണ്. രണ്ട് കാര്യം ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു പോയി. എന്നാ ഒറ്റ കിഴിയിൽ എടുത്താൽ മതിയായിരുന്നല്ലേ? മതിയായിരുന്നു. പക്ഷെ രണ്ട് സിനിമ പവർ കിട്ടിയാണ്. അടുത്ത ഇന്ത്യൻ 2. പവറുണ്ട്. പവർ ഉണ്ടെന്നോ? പവറേ ഉള്ളൂ. കാജൽ അഗർവാൾ ഇന്ന് പ്രശ്നമാണ് അളിയാ. ഓക്കെ, കാജൽ അഗർവാൾ യെസ് 2, അതായത് ഇന്ത്യൻ 2 ഉണ്ടാവില്ല, ഇന്ത്യൻ 3 ഉണ്ടാകുക എന്ന് നമ്മുടെ ശങ്കർ തന്നെ. അങ്ങനെയാണ് പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞത്. അതായത് ഓഡിയോ ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ കാജൽ അഗർവാൾ ഇന്ത്യൻ 2 മേ ബി ഉണ്ടാവില്ല, ചിലപ്പോൾ 3 അതായത് ചെറിയ ഒരു ടെസ്റ്റ്. അപ്പൊ 3 പ്രതീക്ഷ മതി. അതായത് 2 ഉണ്ടാകും എന്നുള്ള ഉറപ്പില്ലാന്ന്. മേ ബി ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതാണ് ആള് പറഞ്ഞിരിക്കുന്നത്. ഒരുമാതിരി പരിപാടി മഴ പെയ്യാതിരിക്കാൻ. ഓക്കെ, അടുത്ത കിഴിന്റെ പവറും പോയി. ഞാൻ തന്നെ തെറ്റിക്കും ചെയ്തില്ലേ. ഓടും കുതിര ചാടും കുതിര സിനിമയുടെ ക്രൂ മെമ്പേഴ്സിനെ കാണിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് കാണാം. ഇവനെ കാണിക്കണ്ട, ഞാൻ നമുക്ക് അയച്ചു തന്നു. ഇന്ന് വേറെ മൂഡിലാണല്ലോ. അത് ഞങ്ങൾക്ക് അറിയാം. ആഷിഖ് ഉസ്മാൻ, ജിൻഡോ ജോർജ് DOP, അശ്വിനി ക്യാലെ. എന്തെങ്കിലുമൊക്കെ വച്ചിട്ടോണ്ടിരിക്കും, കോപ്പിറൈറ്റ് ഇട്ടാണ്ടിരിക്കണ്ടേ. ഇവനിങ്ങനെ വിളിച്ചു പറയല്ലേ. എന്താ അറിയില്ല, നോണ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. സത്യം ഞാൻ കള്ളം പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ നീ കള്ളം പറഞ്ഞു നല്ല പറഞ്ഞത്. എനിക്ക് എന്താന്ന് അറിയില്ല, സത്യം അങ്ങ് വിളിച്ചു പറയണം. അങ്ങനത്തെ ഒരു മൈൻഡായി. അടുത്തത് മാർക്കോ. അടുത്ത BGM കണ്ടു വെച്ചോ. അടുത്ത ലൊക്കേഷൻ വീഡിയോ. ഇളയരാജ, AR റഹ്മാൻ, അനിരുദ്ധ്. എല്ലാരും എത്തിയിട്ടില്ലേ? ഏതിൽ പിടിക്കണം? ഇപ്പൊ അത് നിന്റെ ഇഷ്ടം. ഓക്കെ, രവി ബസ്രൂറെങ്കിലും കിട്ടുമോ നോക്കാം. എല്ലാത്തിലും ഒന്നെ. ഓക്കെ. അതിൻ്റെ മുത്ത് ആക്ഷൻ. സംഭവം പരിപാടി കേട്ടോ, വൻ പരിപാടി കേട്ടോ. നൈസായിട്ടുണ്ട്. ഭീകര സെറ്റപ്പാ ചെയ്ത് വെച്ചിരിക്കുന്നത്. സംഭവം എന്തായാലും രവി ബസ്രൂറാണ് ഇതിന്റെ മ്യൂസിക് ചെയ്യുന്നത്. അത് നമ്മൾ എടുത്ത് പറയണല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ഒരു വൈബ് പിടിക്കാന്ന് ലാസ്റ്റ് പറഞ്ഞു. പഴയതിലേക്ക് അത്ര വലിയ ഇതൊന്നുമില്ല, വ്യത്യസ്തതയുണ്ട്. എന്താണെങ്കിൽ ആള് ചെയ്തതാണെങ്കിൽ അതെ. അല്ല, ലൊക്കേഷൻ വീഡിയോനൊക്കെ ഇരുന്ന് ചിലപ്പോ വേറെ ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ട്രാക്ക് നമ്മുടെ യൂട്യൂബിൽ നിന്ന്. അല്ല, ഈ മറ്റേ മാർക്കോയ്ക്ക് ഒരു സെപ്പറേറ്റ് BGM തന്നെ ഇല്ലേ? അപ്പൊ അത് വെച്ചിട്ടായിരിക്കുമല്ലേ എന്റെ കൂടുതൽ. അതെനിക്ക് ഓർമ്മയില്ല ഈ സമയത്ത്. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, പക്ഷെ ഒരു സെപ്പറേറ്റ് BGM ഉണ്ടായിരുന്നു ആളെ കാണിക്കുന്ന സമയത്തൊക്കെ. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ, അവിടെ അടഞ്ഞിരിക്കാം അങ്ങോട്ട് എന്നാ. ഓക്കെ, അടുത്ത കിഴി. സ്വാഗ് സിനിമയുടെ ഒരു പോസ്റ്റർ നമ്മുടെ മീര ജാസ്മിൻ ചിത്രത്തിൽ എന്തോ ഒരു വലിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണ് ആളുടെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതെ, സംഭവം ഒരു രാജകുമാരി ലുക്കൊക്കെയാണ്. എന്താണ് പടം എന്താണ് നമുക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇല്ല, കാത്തിരിക്കുക തന്നെ വേണം. അതെ, ഓക്കെ. അടുത്തത് പോരട്ടെ ഒരു 15. തങ്കലാൻ. സന്തോഷമായല്ലോ, വന്നല്ലോ. സിനിമയുടെ റിലീസ് ജൂണിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ജൂണിൽ നിന്ന് വീണ്ടും മാറുന്നു. ഓഗസ്റ്റിലേക്ക് റിലീസും പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, ഓഗസ്റ്റ് പ്ലാനിങ്.
നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ വേണ്ടപ്പെട്ടവരൊക്കെ തീരുമാനിച്ചൊരു ഡേറ്റ് പറഞ്ഞാൽ മതി. അതെ. ഞങ്ങളല്ലെങ്കിൽ ഇവിടെ കുത്തുപാടെടുത്ത് നിൽക്കുകയാണ്. എല്ലാം ഇറങ്ങുന്ന സിനിമ മൊത്തം കണ്ടിട്ട്. എൻ്റെ അമ്മേ. ഓക്കെ, അടുത്ത ഗിരി. ചിലതൊക്കെ പോയി കാണുമ്പോഴാണ് സങ്കടവും വിഷമവും. പിന്നെ തിരിച്ചു വരുമ്പോ ഒരു മന്തി എന്നിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ആ വിഷമോ സങ്കടവും അതിലങ്ങ് തീർക്കും. റിവ്യൂ ഇടാനില്ലെങ്കിൽ റിവ്യൂ ഇടണ്ടാന്ന് തീരുമാനിച്ചാൽ മാത്രം മന്തി മന്തി കാരണം ഓടിപ്പടിച്ചിട്ട് വരണ്ടല്ലോ. ആസ്വദിച്ച് കഴിച്ചിട്ട് പോരും. ആ വിഷമം കിട്ടി കരഞ്ഞു തീർക്കും. ഓക്കെ, അടുത്ത ഗിരി. അരമനൈ 4 സിനിമ 100 കോടി ക്ലബിൽ കയറിയിരിക്കുന്നു. തമിഴിലെ 2024 ആദ്യത്തെ 100 കോടി ക്ലബ്ബാണ്. അതെ, അതിന് എൻ്റെ തമന്ന വരേണ്ടി വന്നു. ഞാൻ അന്നേ പറയാറുണ്ട്, പണ്ട് മുതലേ ഞാൻ പറയാറുണ്ട്, എൻ്റെ തമന്ന അത് വേറെ ലെവലാണ്. തമ്മുക്കുട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 കോടി ഉണ്ടെങ്കിൽ മാത്രം അതിൽ കൈ കൊടുത്താൽ മതി. കഴിഞ്ഞോ? അല്ല, എന്താ അടിച്ചില്ലേ? 100 കോടി അടിച്ചില്ലേ? വേറൊരു പടം ഓപ്പോസിറ്റ് ഇല്ലാത്തത് വേറെ എത്ര സിനിമകൾ ഇറക്കി തമിഴില്. എത്ര ഞങ്ങളുടെ മെയിൻ, അതായത് കാശ് എറിഞ്ഞ് കാശ് വാരുന്ന ടീംസ് ഒന്നും എത്തിയിട്ടില്ലായിരുന്നു. വരാൻ പോകുന്നുള്ളൂ. ജൂണ് തുടങ്ങിയല്ലേ ഉള്ളൂ. ഇവിടെ നാട്ടിൽ ശ്രദ്ധിച്ചോ? ഞങ്ങള് ക്യാഷ് എറിഞ്ഞിട്ടാണോ വാരുന്നത് അറിഞ്ഞൂടാ. സോറി, വാരിയതെന്ന് അറിഞ്ഞൂടാ. എന്തായാലും 100 കോടി വാരിയിട്ടുണ്ട്. എന്തായാലും OTT വരാൻ പോവാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഉടൻ സ്ട്രീമിംഗ് തുടങ്ങും. ഡേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇല്ല. അടുത്തത് ടർബോ സിനിമയുടെ കേരള കളക്ഷൻ 30 കോടി 30 CR കേട്ടോ. പുറത്തുനിന്ന് എത്ര കിട്ടിയിട്ടുണ്ടാവും? ഒരു 30. അതാണ് അതിനേക്കാൾ കൂടുതൽ. ഓക്കെ, അടുത്ത കിഴി. ചിത്തിനി സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്ന് വരും. 6 മണിക്ക്. നമ്മുടെ അമിത് ചക്കാലക്കറാണ് സിനിമയിലെ നായകൻ. വേറെ ആരൊക്കെ ഉണ്ട്? മോക്ഷ, വിനയ് ഫോർട്ട്, ജോണി ആന്റണി, മോക്ഷ, അതൊക്കെയാണ്. പിന്നെ ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഈസ്റ്റ് കോസ്റ്റ് കമ്പനി തന്നെയാണ് സിനിമ പ്രൊഡ്യൂസും ചെയ്യുന്നത്. അത് ഉറപ്പാണല്ലോ. എന്താണെങ്കിലും ഇന്ന് 6 മണിക്ക് ടീസർ എത്തും. നമ്മുടെ സാധല്ലേ, തമിഴ് അന്യൻ അതന്നെ. പക്ഷെ ആ പാട്ട് എന്റെ മനസ്സിൽ വരുള്ളൂ. അപ്പോ അതിലെ സദല്ലേ, സദയെ മലയാളത്തിൽ കൊണ്ടുവന്നത് ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ്. ഓക്കെ, അത് ഏതാണ് സിനിമ? ജയറാമൻ. അതാ കൊണ്ടുവന്നത് മാത്രമേ ഓർമ്മയുള്ളല്ലോ, പോയതറിയില്ലല്ലോ. അല്ല, വന്നത് മാത്രമേ നമ്മൾ നോക്കിയാൽ പോയതിന് അതിന് വഴിയില്ലല്ലോ. ഏതായാലും അത് അങ്ങനെ ഒരു സിനിമ കൊണ്ടുവന്നത്, അത് വൻ മ്യൂസിക്കൽ സാധനമൊക്കെ ആയിട്ട് കൊണ്ടുവന്നത്. പക്ഷെ പാട്ടൊക്കെ അടിപൊളി പാട്ടുകളുണ്ടായിരുന്നു ആ സിനിമയിൽ. അങ്ങനെ ഹിറ്റായ പാട്ടുകളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഈ എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.